തൃശൂർ നാട്ടികയിൽ ഉറങ്ങിക്കിടന്ന നാടോടികളുടെ ദേഹത്തുകൂടി തടിലോറി കയറി ഇറങ്ങി 5 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചതിൽ 2 പേർ കുട്ടികൾ. പരിക്കേറ്റ 6 പേരിൽ 3 പേരുടെ നില അതീവ ഗുരുതരം. മദ്യലഹരിയിലായിരുന്ന ലോറിയുടെ ക്ലീനറാണ് അമിത വേഗതയിൽ തടിലോറി കിടന്നവർക്കിടയിലേക്ക് ഓടിച്ചു കയറ്റിയത്. അതേസമയം സംഭവത്തിൽ ക്ലീനർക്കും ഡ്രൈവർക്കുമെതിരെ മനഃപൂർവ്വമായ നരഹത്യയ്ക്ക് കേസെടുത്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ സംസ്കരിച്ചു. തൃശൂർ നാട്ടികയ്ക്കും തൃപ്പയാറിനുമിടയ്ക്ക് JK തിയേറ്ററിന് സമീപം പുലർച്ചെ 4 മണിക്കാണ് 5 പേരുടെ മരണത്തിനിടയാക്കിയ നാടിനെ നടുക്കിയ ദാരുണ സംഭവം നടന്നത്. ഹൈവേ ജോലികൾ നടക്കുന്ന റോഡിൽ ഉറങ്ങിക്കിടന്ന നാടോടികൾക്കിടയിലേക്ക് തടിലോറി പാഞ്ഞു കയറുകയായിരുന്നു. 5 പേരാണ് സംഭവത്തിൽ മരിച്ചത്. മരിച്ചവരിൽ 2 പേർ കുട്ടികളാണ്. 6 പേർക്ക് ഗുരുതര പരിക്കേറ്റു. റോഡ് പണി നടക്കുന്നു, ട്രാഫിക് ഡൈവേർഷൻ എന്നീ അപകട സൂചനാ ബോർഡുകൾ കാണാതെ റോഡിൽ പ്രവേശനം തടഞ്ഞുകൊണ്ട് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ ഇടിച്ചു തകർത്താണ് തടിലോറി നാടോടികൾക്ക് പുറത്തുകൂടി കയറിയിറങ്ങിപ്പോയതെന്ന് നാട്ടുകാർ പറയുന്നു. എൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ തെറിച്ച് നിന്നപ്പോൾ തന്നെ ഒച്ചെടുത്ത് നിർത്താന്ന് പറഞ്ഞു. ഇയാൾ കുറച്ചുകൂടി ബാക്ക് എടുത്തിട്ട് വീണ്ടും എൻ്റെ കൂടി മുമ്പിൽ കയറിയിട്ട് അപ്പുറത്ത് കിടന്ന എൻ്റെ അനിയനെയും അനിയൻ്റെ ഭാര്യയും കുട്ടീനെ മേത്തോടെ കയറ്റിയിട്ടാണ് വണ്ടി കൊണ്ട് നടന്നിട്ട് പോകുന്നത്. ലൈസൻസ് ഇല്ലാത്ത ലോറിയുടെ ക്ലീനർ അലക്സ് ആണ് അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്നത്. ഡ്രൈവർ ജോസ് മദ്യപിച്ച് ലോറിയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. നാടോടികളുടെ ശരീരത്തിലൂടെ വാഹനം കയറ്റിയിറക്കിയ ശേഷം 400 മീറ്റർ ദൂരം ലോറി ഓടിച്ച അലക്സും ജോസും രക്ഷപ്പെടാൻ ശ്രമിക്കവേ നാട്ടുകാർ ലോറി തടഞ്ഞ് ഇരുവരെയും പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു. റോഡ് ഡെഡ് എൻഡ് ആയതിനാൽ ഇവർക്ക് ലോറി ഓടിച്ച് രക്ഷപ്പെടാനും സാധിച്ചില്ല. ലോറിയിൽ നിന്ന് 2 മദ്യക്കുപ്പികളും പോലീസ് കണ്ടെടുത്തു. പൊന്നാനി മുതൽ ക്ലീനർ അലക്സ് ആണ് ലോറി ഓടിച്ചിരുന്നത്. പ്രതികളെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ഇരുവരും മദ്യപിച്ചിരുന്നതായും തെളിഞ്ഞിട്ടുണ്ട്. ഡ്രൈവർക്കും ക്ലീനർക്കുമെതിരെ മനഃപൂർവ്വമായ നരഹത്യയ്ക്കാണ് കേസെടുത്തിരിക്കുന്നതെന്ന് ACP VK രാജു പറഞ്ഞു. ഇരുവരെയും സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുക്കുകയും ചെയ്തു. വണ്ടി ഓടിച്ച പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായത് ഇതിലെ ഒരു കിളിയായിട്ടൊരാളുണ്ട്, അലക്സ്. അയാളാണ് വണ്ടി ഓടിച്ചത്. ലൈസൻസ് ഇല്ലെന്നാണ് മനസ്സിലായത്. മദ്യപിച്ചിട്ടുണ്ട്. വൈദ്യപരിശോധന നടത്തി അവരെ സ്റ്റേഷനിൽ സൂക്ഷിക്കുന്നുണ്ട്. കണ്ണൂർ ആലങ്ങാട് സ്വദേശിയായ ക്ലീനർ അലക്സ്, കണ്ണൂർ സ്വദേശി ഡ്രൈവർ ജോസ് എന്നിവരെ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കി. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, ഫോറൻസിക് സംഘം, വിരലടയാള വിദഗ്ധർ എന്നിവരുടെ സംഘം സംഭവസ്ഥലത്ത് വിശദമായ പരിശോധന നടത്തിയിരുന്നു. കണ്ണൂരിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന തടികയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. തമിഴ്നാട് ഗോവിന്ദപുരം സ്വദേശികളായ കാളിയപ്പൻ, ജീവൻ, നാഗമ്മ, ബംഗാഴി, വിശ്വ എന്നിവരാണ് മരിച്ചത്. ഗോവിന്ദപുരം സ്വദേശികളായ ചിത്ര, ദേവേന്ദ്രൻ, ജാൻസി, ശിവാനി, വിജയ്, രമേശ് എന്നിവർ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. തൃശൂർ ജില്ലാ ഭരണകൂടത്തിന്റെ മേൽനോട്ടത്തിൽ 5 ആംബുലൻസുകളിലായാണ് മൃതദേഹങ്ങൾ ഗോവിന്ദപുരത്തേക്ക് കൊണ്ടുപോയത്. മരിച്ചവരുടെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും പോകാനായി കളക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക KSRTC ബസ്സും ക്രമീകരിച്ചിരുന്നു. ശവസംസ്കാര ചെലവുകൾ പൂർണ്ണമായും സർക്കാരാണ് വഹിച്ചത്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള ധനസഹായം സംബന്ധിച്ച കാര്യം നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. അതേസമയം ഗുരുതര പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാനുള്ള എല്ലാ കാര്യങ്ങളും തൃശൂർ ജില്ലാ ഭരണകൂടം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സുനിൽ അരുമാനൂർ, കൈരളി ന്യൂസ്, തൃശൂർ.